സിൽവർ സ്റ്റോൺ കേരള കൈറ്റ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്നോ സ്റ്റോം കേരളാസ് ഓൺലി സ്നോ പാർക്ക്. അതിരപ്പള്ളിക്ക് പോകുന്നുള്ളൂ, സ്നോയിൽ കളിക്കാം. ഇൻ അസോസിയേഷൻ വിത്ത് LIC. जिंदगी के साथ भी, जिंदगी के बाद भी. നമസ്കാരം. സ്കൂൾ തുറക്കുന്നതിൻ്റെയും മഴയെ വരവേൽക്കുന്നതിൻ്റെയും തിരക്കിലാണ് മുംബൈ മലയാളികൾ. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കേരള കൈറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡ് ആരംഭിക്കുന്നു. മലയാളികളുടെ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ മറുനാട്ടിലും അനൈക്യത്തിലേക്ക് നയിക്കുന്നുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം നവി മുംബൈയിലെ വാശിയിൽ കേരള ഹൗസിന് മുമ്പിൽ കേരളീയ കേന്ദ്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ സമരമാണ് ഇന്ന് കേരള കൈറ്റ്സ് നിരീക്ഷിക്കുന്നത്. പ്രവാസി മലയാളികളുടെ ദീർഘകാലമായുള്ള ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കാത്ത സർക്കാരുകളുടെ സമീപനം ഒരുപാട് അനുഭവിച്ചവരാണ് മുംബൈ മലയാളികൾ. അധികാരത്തിലിരിക്കുമ്പോൾ എറിഞ്ഞുകൊടുക്കുന്ന അപ്പക്കഷ്ണങ്ങളിൽ മാത്രം അഭയം പ്രാപിച്ചവർ. സർക്കാരിൻ്റെ അവഗണനകൾ കൊണ്ട് സഹികെട്ടിരിക്കുന്നതിനാൽ തങ്ങൾ പരസ്യമായി സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണെന്നറിയിച്ച് ഇക്കഴിഞ്ഞ ദിവസം മുംബൈയിൽ ഒരു പ്രതിഷേധ സമരം നടന്നു. കേരളീയ കേന്ദ്ര സംഘടനയുടെ നേതൃത്വത്തിൽ 7 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നടത്തിയത്. ഈ സമരം സംഘടിപ്പിക്കാനുള്ള പ്രധാന കാരണം ബോംബെ മലയാളികളുടെ പ്രധാന പ്രശ്നങ്ങൾ ഞങ്ങളിപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു 7 ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്. ഇത് വളരെ കാലമായി കേരള ഗവൺമെൻറ്റിനെ പല തവണ തിരുവനന്തപുരത്ത് പോയി കാണുകയും. എന്നാൽ ഈ സമരം അനാവശ്യമാണെന്ന വാദത്തിലാണ് ചില മലയാളികൾ. ഇപ്പോഴത്തെ സർക്കാർ ചെവി കൊടുത്തിരിക്കുന്ന ഈ വിഷയങ്ങളിൽ ഉടനെ തന്നെ പരിഹാരങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഇക്കൂട്ടരെ എതിർപ്പുമായി രംഗത്തെത്തിക്കാൻ പ്രേരിപ്പിച്ചത്. വെറുതെ സമരത്തിന് വേണ്ടിയുള്ള ഒരു സമരം മാത്രമാണിതെന്നും ഇക്കൂട്ടർ ആരോപിക്കുന്നു. കേരള ഗവൺമെൻറ് പ്രവാസി മലയാളികളെ അവഗണിക്കുകയാണെന്ന് പറഞ്ഞിവിടെ നടത്തിയ സമരം അത് തീർച്ചയായിട്ടും സമരത്തിന് വേണ്ടി മാത്രം നടത്തിയൊരു സമരമാണ്. അല്ലാതെ അത് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല. കാരണം പല കാര്യങ്ങളും നടപ്പിലാക്കുന്നു, പല കാര്യങ്ങളും നടന്നു വരുന്നു. പ്രവാസി മലയാളികൾക്കായി സർക്കാർ ഏർപ്പെടുത്തിയ ചികിത്സാ സഹായം മുടങ്ങിക്കിടക്കുന്നത് വീണ്ടും ആരംഭിക്കുക, മലയാളം മിഷന്റെയും കേരള സംഗീത നാടക അക്കാദമിയുടെയും പ്രവർത്തനങ്ങൾ സജീവമാക്കുക തുടങ്ങിയ 7ഓളം ആവശ്യങ്ങളാണ് കേന്ദ്രീയ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. മലയാളം മിഷൻ്റെ കാര്യങ്ങളിൽ സ്ത്രീകളാണ് മുന്നോട്ട് പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസ കാര്യമാണത്. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനമായ ചികിത്സാ സഹായം നോർക്കെന്ന് കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ വളരെ ചെറിയതായിട്ടുള്ള ഡിമാൻഡുകളാണ്. ഏത് സർക്കാരായാലും പ്രവാസി മലയാളികളുടെ ആവശ്യങ്ങൾക്കായി സമരരംഗത്തുണ്ടാകുമെന്ന് ഇവർ പറയുന്നു. എന്നാൽ പ്രവാസികൾക്ക് വേണ്ടി മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സമരം വേണ്ടത്ര കീഴ്വഴക്കങ്ങൾ പാലിക്കാതെയാണെന്ന് മറുവിഭാഗം വാദിക്കുന്നു. മലയാളം മിഷൻ്റെ അനിശ്ചിതമായ ഒരു അവസ്ഥയിൽ നിന്ന് അതിനെ കരകയറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക്, അതുപോലെ പഠന കേന്ദ്രങ്ങൾക്ക്. വളരെ കാലമായി സർക്കാരുകളോട് ആവർത്തിച്ചാവശ്യപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് സമരത്തിന് കാരണമെന്നും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന രീതിയാണ് സർക്കാരിനുള്ളതെന്നും സമരം നടത്തുന്നവർ ആവർത്തിക്കുന്നു. കരയുന്ന കുട്ടി അമ്മയുടെ അടുത്ത് പാല് ചോദിക്കുന്ന ഒരു ആഭാസമല്ല. അതുപോലെ നമ്മൾ ഈ കേന്ദ്ര സംഘടന എല്ലാവരും ഒത്തുചേർന്ന് ഒരേ അമ്മയുടെ മക്കളെ പോലെ വളർത്താനുള്ളൊരു മനോഭാവമാണ് വളർത്തുന്നത്. സമരം ആർക്കും എതിരല്ല. എന്നാൽ പ്രവാസികളുടെ ആവശ്യങ്ങളും അവശതകളും പരിഹരിക്കാൻ കാലതാമസം വരുത്തുന്നതിലുള്ള പ്രതിഷേധമാണെന്നും ഇവർ പറയുന്നു. കേരള ഹൗസിന് മുമ്പിൽ സംഘടിപ്പിച്ച ഈ സമരത്തിൽ വളരെ ന്യായമായ ആവശ്യങ്ങൾ മാത്രമേ KKS മുമ്പോട്ട് വെച്ചിട്ടുള്ളൂ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ നടത്തുന്നൊരു സമരമാണ്. ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയ താല്പര്യവുമില്ല. സമരം നടത്തുക എന്നത് ജനാധിപത്യ രീതി തന്നെയാണ്. പുതുതായി അധികാരത്തിലെത്തുന്ന സർക്കാർ പ്രതിനിധികൾ മുംബൈയിലെത്തുമ്പോൾ നിവേദനങ്ങൾ നൽകുന്ന പരമ്പരാഗത രീതി വിട്ട് പരസ്യ സമരങ്ങളിലേക്ക് ഇറങ്ങുന്നതിനോട് യോജിപ്പില്ലെന്ന് രാഷ്ട്രീയ പ്രവർത്തകനായ വത്സൻ മൂർക്കോത്ത് പറയുന്നു. പുതിയ സർക്കാർ അധികാരത്തിലെത്തി 3 മാസം പിന്നിട്ടപ്പോൾ തന്നെ മുംബൈയിലെ പ്രവാസികളുടെ ആവശ്യങ്ങളുമായി ഒരു സംഘം നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ തന്നെ ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണെന്നും അതിനുള്ള സമയം സർക്കാരിന് നൽകണമെന്നും വത്സൻ മുർക്കോത്ത് പറയുന്നു.
കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളും അതുപോലെ തന്നെ പ്രവാസികളുടെ പ്രതിനിധികളും കൂടി ചേർന്നിട്ടുള്ള ഒരു ആഗോള കേരള സഭ എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ നിവേദനം ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇവിടെ വന്ന് സമരം ചെയ്യേണ്ട കാര്യമില്ല. ഈ പറയുന്ന കേരള സഭയിൽ നിങ്ങൾ പ്രതിനിധികളുണ്ടാവും, ഇവിടുത്തെ MLA മാരുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കപ്പെട്ടാൽ ന്യായമായ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിന് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയും. അതുകൊണ്ട് അതിനുള്ള പ്രൊപ്പോസൽ പറയുക മാത്രമല്ല ചെയ്ത്, ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിനുവേണ്ടി തുക പോലും നീക്കി വെച്ച് കഴിഞ്ഞു ഗവൺമെൻറ്. ഇതൊക്കെ നിയമസഭയിലും പത്രങ്ങളിലൂടെയൊക്കെ പലപ്പോഴായിട്ട് സമരസമിതിയുടെ ആളുകളും അതുപോലെ തന്നെ ഗവൺമെൻറ്റും വ്യക്തമാക്കിയ കാര്യമാണ്. പല പദ്ധതികളും നടപ്പാക്കുന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. 1 വർഷത്തിനുള്ളിൽ പല പദ്ധതികളും യാഥാർത്ഥ്യമാകുമെന്നും വത്സൻ മൂർക്കോത്ത് പ്രത്യാശ പ്രകടിപ്പിച്ചു. അത് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പ്രഖ്യാപിക്കാനിരിക്കുന്ന സമയത്ത് കുറേയധികം പ്രഖ്യാപിച്ചു വന്നു. സംഗീത നാടക അക്കാദമിയുടെ 2-ാം തീയതി മീറ്റിംഗ് വിളിച്ചു. ഇത് ഇനിയിപ്പോൾ അടുത്ത ദിവസം കേരള ഹൗസിലെ വാടക രജിസ്റ്റേർഡ് ചെയ്തുള്ള സംഘടനകൾക്ക് സൗജന്യ നിരക്ക് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരാൻ പോവുകയാണ്. മലയാള മിഷൻ്റെ കാര്യം തീരുമാനം എടുത്തു കഴിഞ്ഞു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉളവാക്കുന്ന ആഗോള കേരള സഭ നിലവിൽ വരാൻ പോവുകയാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ പിന്നെയും ഒരു സർക്കാരിനെതിരായിട്ട് ഒരു സമരം പ്രഖ്യാപിക്കുകയും എന്നാൽ കേരള ഹൗസിൽ നടന്ന സമരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകളും യുവാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തെന്നും അതിനാൽ സമരം വിജയിച്ചെന്നും സമരഭാരവാഹികൾ പറഞ്ഞു. ആവശ്യങ്ങൾ 7 ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ സമരം നേടുന്നതുവരെ ഈ ശബ്ദം ഇനിയും ഉയർന്നുകൊണ്ടേയിരിക്കും. ഈ KKSന്റെ നേതൃത്വത്തിലുള്ള ഈ സമരം കൊണ്ട് പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ലെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും KKS പ്രവർത്തകർ പറയുന്നു. വാശിയിലെ കേരള ഹൗസിൽ നടന്ന സമരവും സമരത്തിനെതിരെയുള്ള പ്രതിഷേധവും പലരുടെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെയും വീക്ഷണങ്ങളുടെയും പരസ്യ നിലപാടുകളിൽ നിന്ന് രൂപമെടുത്തവയാണ്. ഇതിലൊന്നും ഉൾപ്പെടാതെ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും ഇല്ലാത്ത നിരവധി മലയാളികൾ മുംബൈയിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയും വാദിക്കണം, സമരം ചെയ്യുകയും വേണം. ഐക്യമില്ലായ്മ അപകടമാണ്. പക്വതയുള്ള പ്രതിഭാധനർ, മുതിർന്നവർ, വിവിധ രംഗത്തെ പ്രമുഖർ എന്നിവരുണ്ട് മുംബൈയിൽ. മുൻ ധാരണകൾ മാറ്റിവെച്ച് പക്വമായ ഉൾചർച്ചകളിലൂടെ പലതും പരിഹരിക്കാമെന്ന് മാത്രം പറയുന്നു. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഒപ്പം കാണാം.